BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കുമായി തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം തടയൽ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് നടത്തി. കില റിസോഴ്സ് പേഴ്സണൽ G. രജിതയാണ് ക്ലാസ് നയിച്ചത്. അസോസിയേഷൻ സെക്രട്ടറി അനിൽകുമാർ, പ്രസിഡന്റ് ശിവദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂർ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 2.25 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. ഒഡീഷ കണ്ടമാൽ സ്വദേശി രാഹുൽ ഡിഗലിനെയാണ് പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. പെരുമ്പാവൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ബാറിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. രഹസ്യവിവരത്തെ തുടർന്ന് കഞ്ചാവ് കൈമാറ്റത്തിനെത്തിയ പ്രതിയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഒഡീഷനിൽ 3000 രൂപയ്ക്ക് കഞ്ചാവ് വാങ്ങി ട്രെയിൻ മാർഗം എത്തിച്ച ഇവിടെ കിലോയ്ക്ക് 25,000 രൂപയ്ക്ക് വിൽപ്പന നടത്തിവരികയായിരുന്നു. ശനിയാഴ്ചയാണ് രാഹുൽ ഡിഗൽ നാട്ടിലെത്തിയത്. 1/4 കിലോ 1/2 കിലോ പാക്കറ്റുകളിലാക്കിയാണ് കച്ചവടം. അതിഥി തൊഴിലാളികൾക്കിടയിലാണ് പ്രധാനമായി വിൽപ്പന. ഇയാളിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്നവർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഏലൂർ വില്ലേജ് ഓഫീസിന് സമീപം ഏലൂർ ഫെറിയിൽ റോഡരികിലുള്ള ജീർണിച്ച കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നു. കെട്ടിടത്തിനകത്തെ മുറിയിലെ തറ അപകടകരമാം വിധം ഇടിഞ്ഞു പോയിരിക്കുകയാണ്. കെട്ടിടം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയാണ്. മഴ പെയ്യുമ്പോൾ കുട്ടികളടക്കം ഇവിടെ കയറി നിൽക്കാറുണ്ടെന്നും സമീപവാസികൾ പറഞ്ഞു. വരാപ്പുഴ സ്വദേശിയുടേതാണ് കെട്ടിടമെന്നും അവർ വ്യക്തമാക്കി. കെട്ടിടത്തിനകത്തെ കുഴിയിൽ മാലിന്യവും വലിച്ചെറിയുന്നുണ്ട്. അപകടാവസ്ഥ പരിശോധിക്കാനും ജീർണാവസ്ഥ ഉടമയെ അറിയിക്കാനും നടപടികൾ സ്വീകരിക്കാനും നഗരസഭയോ സമീപത്തെ വില്ലേജ് ഓഫീസ് അധികാരികളോ ശ്രദ്ധിച്ചിട്ടില്ല. ഈ കെട്ടിടത്തിന് സമീപത്തുള്ള മതിൽ ഇടിഞ്ഞു വീണ് കഴിഞ്ഞ ദിവസം കടയുടമയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഇഴജന്തുക്കളുടെ ശല്യവും ഈ ഭാഗത്തുണ്ടെന്നും നാട്ടുകാർ പരാതി പറയുന്നു. ചെറായി ദേവസ്വം നട ജംഗ്ഷൻ കിഴക്കുഭാഗത്തെ വളവിൽ വാഹന അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി വേണമെന്ന് ആവശ്യമുയർന്നു. അപകട സാധ്യതയേറെയുള്ള സ്ഥലമാണെങ്കിലും മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെയില്ല. വാഹനങ്ങളുടെ എണ്ണവും വേഗതയും വർദ്ധിച്ചതോടെ എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാവുന്ന സ്ഥിതിയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ചെറായി ബീച്ചിലേക്കും മറ്റും എത്തുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് ഈ ഭാഗത്ത് റോഡിന്റെ കിടപ്പിനെ കുറിച്ച് സൂചന ലഭിക്കാത്തത് പലപ്പോഴും കണക്കുകൂട്ടൽ തെറ്റാനും ഇടയാക്കുന്നു. വളവിന് സമീപം കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ തൽക്ഷണം മരിച്ചിരുന്നു. അപകട മുന്നറിയിപ്പ് ബോർഡും ഓവർടേക്കിംഗ് നിരോധിച്ചുകൊണ്ടുള്ള ബോർഡും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാത്രി മതിയായ വെളിച്ചവും ഉറപ്പാക്കണം. പൊതുമരാമത്ത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. ഇടുക്കി വണ്ണമ്പുറം മുണ്ടൻമുടി ഭാഗത്ത് വെള്ളാംപറമ്പിൽ വീട്ടിൽ ജോബിയെയാണ് ഞാറയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞാറയ്ക്കൽ സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന യുവതിക്ക് UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് 1,50,000 രൂപ കൈക്കലാക്കി ജോലി നൽകാതെ കബളിപ്പിക്കുകയായിരുന്നു. യുവതി പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ നൽകാൻ കൂട്ടാക്കിയില്ല. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. ജോബിയുടെ ഉടമസ്ഥതയിൽ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന കൊളംബസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം വഴി UK-യിലേക്ക് ജോലിക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നായിരുന്നു യുവതിയെ ധരിപ്പിച്ചിരുന്നത്. ഇയാൾക്കെതിരെ പല സ്റ്റേഷനുകളിൽ നിന്നായി 8 കേസുകൾ നിലവിലുണ്ട്. ഞാറയ്ക്കൽ ഇൻസ്പെക്ടർ SIA K ധർമ്മരത്നം, SPO അഭിലാഷ് എന്നിവരാണ് കേസന്വേഷണം നടത്തിയത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. 40 കിടക്കകളോടെ മെഡിക്കൽ വാർഡ് നവീകരിച്ചതടക്കം എറണാകുളം ജനറൽ ആശുപത്രിയിൽ 1.5 കോടി രൂപയുടെ വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ട്രോമ സമുച്ചയത്തിന്റെ 3ാം നിലയിലേക്ക് മാറ്റിയ മെഡിക്കൽ വാർഡിൽ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സഹായത്തോടെ 40 കിടക്കകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ ലേബർ റൂമിന് സമീപത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. ജീവനക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്ന സ്റ്റാഫ് ചേഞ്ചിങ് ആൻഡ് ഡൈനിങ് ഏരിയയും നവീകരണത്തിന്റെ ഭാഗമായി പൂർത്തിയാക്കി. ഇതോടെ ജീവനക്കാർക്ക് ഭക്ഷണം കഴിക്കുന്നതിനും വസ്ത്രം മാറുന്നതിനും ലോക്കർ അടക്കം പുതിയ സംവിധാനം നിലവിൽ വരും. വിവിധ പദ്ധതികൾക്കായി 90 ലക്ഷം രൂപയും കൊച്ചി കോർപ്പറേഷന്റെ 30 ലക്ഷം രൂപയും ഏകീകരിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. കോർപ്പറേഷന്റെ പ്ലാൻ ഫണ്ട് 30 ലക്ഷം രൂപ ഉപയോഗിച്ച് മൈക്രോബയോളജി ലാബിലേക്കുള്ള ALSR റീഡർ, അനലൈസർ, ഹിസ്റ്റോപത്തോളജി ലാബിലേക്കുള്ള ഗ്രോസിംഗ് സ്റ്റേഷൻ എന്നിവയും ഉദ്ഘാടനം ചെയ്തു. ഹൈബിഡൻ MP TJ വിനോദ് MLA, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ റെനീഷ്, കൗൺസിലർ പത്മജ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R ഷാഹിർ ഷാ, RMO ഡോക്ടർ ഷാബ് ഷെരീഫ്, നഴ്സിംഗ് സൂപ്രണ്ട് ബിന്ദു K കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
കൊച്ചി കോർപ്പറേഷനിലെ ഏക സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം നേടി കോൺഗ്രസ്. മരാമത്ത് സ്ഥിരം സമിതിയിലേക്ക് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 9-അംഗ കമ്മിറ്റിയിൽ 5 വോട്ടുകൾ നേടിയാണ് മാമംഗലം കൗൺസിലറായ അഡ്വക്കേറ്റ് VK മിനിമോൾ വിജയിച്ചത്. കോൺഗ്രസിനും CPM-നും തുല്യ അംഗബലമുള്ള സമിതിയിൽ RSP പ്രതിനിധിയായ സുനിത ഡിക്സന്റെ വോട്ട് ആണ് കോൺഗ്രസ് വിജയത്തിന് നിർണായകമായത്. വൈറ്റ്ല ഡിവിഷനിൽ കൗൺസിലറായിരുന്ന സുനിത ഡിക്സൺ രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവ് വന്ന അധ്യക്ഷ സ്ഥാനത്തേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. UDF പ്രതിനിധിയാണ് സുനിത ഡിക്സൺ മരാമത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത്. 2 വർഷത്തിനു ശേഷം ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് നൽകാമെന്നായിരുന്നു ധാരണ. 2.5 വർഷം കഴിഞ്ഞപ്പോൾ രാജിവെക്കാൻ UDF സുനിതയോട് ആവശ്യപ്പെട്ടു. എന്നാൽ സുനിത രാജിക്ക് തയ്യാറായില്ല. തുടർന്ന് കോൺഗ്രസ് സുനിതയ്ക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നു. കോൺഗ്രസിനൊപ്പം നിൽക്കണമെന്ന പാർട്ടി വിപ്പ് ലംഘിച്ച സുനിത LDF-നൊപ്പം അവിശ്വാസ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നു. ഇതോടെ അവിശ്വാസം തള്ളിപ്പോവുകയും UDF-ന്റെ പിന്തുണയില്ലാതെ സുനിത ചെയർമാൻ സ്ഥാനം നിലനിർത്തുകയും ചെയ്തു. ഇതിനിടെ വിപ്പ് ലംഘിച്ച കുറ്റത്തിന് സുനിതയ്ക്കെതിരെ RCPയും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകി. പരാതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെ അയോഗ്യത ഭയന്ന് കഴിഞ്ഞ ഏപ്രിലിൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. CPM-ൽ നിന്ന് ദീപ വർമ്മയാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറ, പാർലമെന്റിന്റെ പാർട്ടി സെക്രട്ടറി MG അരിസ്റ്റോട്ടൻ എന്നിവർ പുതിയ മരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. രാസലഹരിക്കടത്തുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നഹാസ് ഹുസൈന് 30 ദിവസത്തിനകം ജാമ്യം ലഭിച്ചതിനെതിരെ എറണാകുളം ജില്ലാ കോടതി പരിസരത്ത് പോസ്റ്ററുകൾ. കോടതിയുടെ മതിലിലാണ് അജ്ഞാതർ പ്രതിഷേധ പോസ്റ്ററുകൾ പതിപ്പിച്ചത്. തൃക്കാക്കരയിൽ 50 ഗ്രാം MDMA-യുമായി പിടിയിലായ നഹാസിന് 30 ദിവസത്തിനകം ജാമ്യം നൽകിയ ജില്ലാ കോടതി വിധി നാടിന് ആപത്തെന്നാണ് പോസ്റ്ററിലുള്ളത്. കോടതി വിധിക്കെതിരെ പോലീസ് മേൽക്കോടതിയിൽ അപ്പീൽ നൽകും. വൻകിട മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളുടെ ജാമ്യത്തിന് സഹായകമാകുന്ന സർക്കാർ വക്കീലന്മാരുടെ നിരുത്തരവാദിത്തത്തെക്കുറിച്ച് അന്വേഷണം നടത്തുക എന്നീ കാര്യങ്ങളും പോസ്റ്ററിൽ ഉന്നയിച്ചിട്ടുണ്ട്. ലഹരിവിരുദ്ധ സമിതിയുടെ പേരിലാണ് പോസ്റ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.